ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് അത്തമായിട്ട് ഓണം സ്പെഷ്യൽ റെസിപ്പീസ് ആരംഭിച്ചാലോ? ഒരുപാട് റെസിപ്പികളൊന്നുമില്ല കേട്ടോ, കുറച്ച് റെസിപ്പികളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സേമിയ പായസമാണ്. സേമിയ പായസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം വളരെ ഈസിയാണെന്നുള്ളത്. പക്ഷേ ഇത് ഒരു ഇൻസ്റ്റൻറ്റ് സേമിയ പായസമാണ്. നമുക്ക് വേറെ എല്ലാ ജോലികളുടെയും ഇടയിൽ കൂടി ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/3 കപ്പ് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പിലും കുറച്ച് താഴെ, നിങ്ങൾക്ക് 1/4 കപ്പ് വരെ എടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1/4 കപ്പിലും കുറച്ച് താഴെയാണ് പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ചത് തന്നെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് സേമിയ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നെയ്യിൽ വറുക്കുന്നില്ല. നമുക്കൊരു കുക്കർ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുക്കുക കേട്ടോ. 1/2 ലിറ്റർ പാലേ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുക്കുക. ഒരു 2-2.5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1-1.5 ടീസ്പൂൺ നെയ്യ് ചേർക്കുക എന്ന് പറയുന്നത്. ഒരുപാട് നെയ്യ് വേണ്ട കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് കളർ മാറി ഒന്ന് കാരമലൈസായി വരണം. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കളർ മാറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് വെള്ളമെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗർ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ഗ്യാപ്പിൽ നിന്നിട്ട് വെള്ളം ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടായിരിക്കണം, കുറച്ച് ഗ്യാപ്പിൽ നിന്നിട്ടായിരിക്കണം വെള്ളം ചേർക്കേണ്ടത്. പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം പായസത്തിന് കളർ വേണോ അതനുസരിച്ച് നമ്മൾ കളറായി വന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയുടെ കളർ മാറി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോവുകയാണ്. പാല് ചേർക്കരുത്, പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഒന്ന് തിളച്ച് മിക്സായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലും കൂടി ചേർക്കാം. 1/2 ലിറ്റർ പാലാണ്. ഇനി പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പാലും കൂടി ചേർന്നിട്ട് ഒന്ന് തിളച്ച് വരണം. ഒന്ന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ സേമിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. തിളപ്പിച്ച പാലായതുകൊണ്ട് തന്നെ വേഗം തന്നെ പാല് തിളച്ച് വരും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അടിയിൽ സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേ അതൊന്ന് വിട്ടു വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാല് സൈഡൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെയ്യിൽ വറുത്ത സേമിയ അല്ലെങ്കിൽ ഒന്ന് വറുത്തിട്ട് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് അടച്ചു വെക്കാനായിട്ട്. നന്നായിട്ട് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ചിട്ട് ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെയിറ്റ് ഇട്ടിട്ട് അടച്ച് വെക്കാം കേട്ടോ. വെയിറ്റോടുകൂടി 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ചെറിയ ബർണറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറക്കാം. നമ്മൾ കുക്കർ തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ, മിനിമം 10 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. നമ്മൾ കുക്കർ അടച്ചിട്ട് മാക്സിമം 20 മിനിറ്റ് വയ്ക്കാം. പക്ഷേ കുക്കറിൽ പ്രഷർ പോയിട്ട് അപ്പോൾ തന്നെ തുറക്കുക. അധികം സമയം വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ പാല് കട്ടിയായി പോവും. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് വെച്ചാലും മതി എന്ന് പറഞ്ഞത്. 10 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പായസം പെർഫെക്റ്റ് ആയിരിക്കും. സേമിയ ഒന്നും ഓവർ കുക്കായി പോവില്ല. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം.
നെയ്യ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ചൂട് മാറി കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള പായസമാണ്. നമുക്ക് ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഈ പായസം ഉള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കുറുകണം എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പായസം കുക്ക് ചെയ്തെടുക്കുക. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. കാഷ്യൂനട്ടും റൈസിൻസും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വെച്ചിട്ടുള്ളത് ബോളിയാണ്. ശരിക്ക് പാലടയുടെ കൂടെയാണ് ബോളിയെങ്കിലും ഈ ഒരു സേമിയ പായസത്തിൻ്റെ കൂടെ ബോളിയും കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.